കഴിഞ്ഞ 10 വർഷമായി ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ഒരു നേതാവ് അമിത്ഷായാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ന് കേരളത്തിലെത്തുകയാണ്. വരുന്നത് സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ സമീപഭാവിയിൽ തന്നെ 2 തിരഞ്ഞെടുപ്പുകളാണ് അടുത്തടുത്ത് കേരളത്തിൽ വരുന്നത്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, ഒന്ന് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇത് രണ്ടും അടുത്ത് വരുന്ന കാലത്ത് അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ അതിന് രാഷ്ട്രീയ വിദഗ്ധന്മാർ, നിരീക്ഷകന്മാർ, വിശകലന വിദഗ്ധന്മാർ ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എന്താണ് അമിത്ഷായുടെ വരവിൻ്റെ പുറകിലെ രാഷ്ട്രീയ ഉദ്ദേശം? അല്ല, ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട അദ്ദേഹം വരുന്നുണ്ട്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡ് തല പ്രവർത്തക സംഗമം കൂടിയുണ്ട്. അതെന്ന് പറയുമ്പോൾ വാർഡാണ്. നോക്കുക, നമുക്ക് ഈ അമിത്ഷായും മോദിയെയും കുറിച്ച് പറയുമ്പോൾ ഗുജറാത്തിൽ ആദ്യം അവരെക്കുറിച്ച് എത്തുന്നത് ബൂത്ത് കമ്മിറ്റികളാണ്. അവർ ബൂത്ത് കമ്മിറ്റികൾ ലക്ഷ്യമിട്ടാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. ബൂത്ത് കമ്മിറ്റികൾ പ്രത്യേകിച്ച് അറിയാം, അവർ 2014 തിരഞ്ഞെടുപ്പോട് കൂടിയാണ് സജീവമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അതിനുശേഷമാണ് കേരളത്തിൽ ഉൾപ്പെടെ പേജ് പ്രമുഖന്മാർ ഉൾപ്പെടെയുള്ളവർ കടന്നു വരുന്നത്. കാരണം ഓരോ വോട്ടർ പട്ടികയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നതും ഈ കാലഘട്ടത്തിലാണ്. വോട്ടർ പട്ടികയെക്കുറിച്ച് അവിടുത്തെ ആ പ്രവർത്തകന് കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. ആ രീതിയിലേക്ക് മാറുന്ന ഒരു തന്ത്രം ഇപ്പോൾ നാം ഈ അമിത്ഷാ മോദി ടീം വന്നതിന് ശേഷമാണ് കാണുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ നാളെ അല്ല ഇന്നും നാം കാണാൻ പോകുന്നത്. ഇന്നും നാളെയുമായി ഈ കേരളത്തിലെത്തുന്ന അമിത്ഷാ പ്രത്യേകിച്ച് ലക്ഷ്യമിടുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഈ പ്രവർത്തക സമിതിയിൽ അവർ ഓരോ ബൂത്തിൽ നിന്നും 5 പേരെ ഉൾപ്പെടുത്തിയാണ് ആ പ്രവർത്തന സംഗമം നടത്തുന്നത്. ആ 5 പേരുടെ പ്രാധാന്യം, ഈ 5 പേരിൽ നിന്നും ആരെങ്കിലും ആയിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ പ്രാദേശികമായ സ്ഥാനാർത്ഥി. അപ്പോൾ ഇപ്പോൾ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനം പണ്ട് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. ഇപ്പോൾ ഒന്നിലധികം ഒരു ബൂത്തിൽ നമുക്ക് അറിയാമല്ലോ, ഒരു വാർഡിൽ ഒരു 5-6 പേർ, ആ 5-6 പേരിൽ നിന്നായിരിക്കും ഇനി ഒരു മത്സരിക്കാനുള്ള ഒരു നേതാവിനെ കണ്ടെത്തുക. ആ നേതാവായിരിക്കും മത്സരിക്കുന്ന രീതിയിലുള്ള നീക്കം. അതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അമിത്ഷായുടെ ആദ്യ നീക്കം. പിന്നീട് നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ രാജീവിനെ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജീവിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം തന്നെ വലിയ രീതിയിൽ കേരളത്തെ വിഭാഗീയത പിടികൂടിയിട്ടുണ്ട്. അവസാനം നമുക്കറിയാം, തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ പോലും ഈ മുരളീധരനും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത്. വിഭാഗീയത ഒഴിവാക്കാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ എത്തിച്ചതെങ്കിൽ പിന്നീട് രാജീവിൻ്റെ വരവോടുകൂടി തന്നെ വിഭാഗീയത വർദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയം നാം കാണുന്നുണ്ട്. കാരണം ഈ എന്തെല്ലാം പറഞ്ഞാലും വി മുരളീധരനും കെ സുരേന്ദ്രനും കേരളത്തിൽ അവരുടേതായ സ്ഥാനമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിവുള്ള 2 നേതാക്കളാണ്. ചിലപ്പോൾ അവർ വിഭാഗീയത നടത്തും, അഴിമതി നടത്തുമെന്നല്ല പറയുമ്പോഴും ഇത്തരത്തിൽ അവർക്കൊരു കഴിവ്. അല്ല, അത്തരം ആരോപണങ്ങളൊക്കെ അവർക്കെതിരെ ഉയരുമ്പോഴും അവർ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാക്കിയവരാണ്. മുരളീധരൻ ഇരുന്ന കാലത്ത് 2009 മുതൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ബി.ജെ.പിക്ക് വോട്ട് വിൽക്കുന്ന പാർട്ടി എന്നുള്ള ചീത്തപ്പേര് അദ്ദേഹം മാറ്റിയെടുത്തു. ഇത് മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭയിലടക്കം ബി.ജെ.പിക്ക് കൗൺസിലർമാരുണ്ടായി. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേവലം തിരുവനന്തപുരത്ത് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് 2011 നിയമം വിജയത്തിനോട് തൊട്ടടുത്തെത്തി. കാട്ടാക്കട വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു. അതുപോലെ പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം ഒക്കെ വലിയ ബി.ജെ.പി 2ാം സ്ഥാനത്ത് വന്നു. ഇവിടെയൊക്കെ അത് ചെറിയ കാര്യമല്ല. അതുപോലെ അതിനെ തുടർന്ന് 2016 നമുക്കറിയാം, അന്ന് വി മുരളീധരൻ സ്ഥാനമൊഴിഞ്ഞ് കുമ്മനം രാജശേഖരൻ പ്രസിഡൻ്റായിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2016 ഉണ്ടായ നേട്ടങ്ങൾക്ക് വി മുരളീധരനും കൂടി അവകാശിയാണ്. അതുപോലെ 2024 തൃശ്ശൂർ ജയിക്കുന്നു, തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് വരുന്നു, ആറ്റിങ്ങലിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ, കാസർഗോഡ് മണ്ഡലത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അത് സുരേന്ദ്രനും വലിയ നേട്ടം അതിനകത്ത് അവകാശപ്പെടാനുണ്ട്. കാരണം നിഷേധിക്കാനാകില്ല. അത് മുൻ നേതാക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ രാജഗോപാലിന് മാത്രമാണ് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ നേതാക്കളുടെ പരിശോധിക്കുമ്പോൾ ഇവർ മത്സരിക്കുക, അതോടൊപ്പം തന്നെ ചെറിയ ഒരു 10,000 വോട്ടുള്ളടത്ത് 20,000 വോട്ട് നേടിയിട്ട് പറയും ഞങ്ങൾ ഇതാ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. മറിച്ച് കെ സുരേന്ദ്രൻ്റെ അറിയാമല്ലോ, അദ്ദേഹം മത്സരിക്കുമ്പോൾ മഞ്ചേശ്വരത്തല്ല ഇവർ 89 വോട്ടിനാണ് അദ്ദേഹം
അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്ത് മുരളീധരൻ ഏതാണ്ട് 5000 വോട്ടിന് 2016 വലിയ മുന്നേറ്റം ഉണ്ടായി. പിന്നീട് ആറ്റിങ്ങിൽ മത്സരിക്കുകയാണ്, 3 ലക്ഷത്തിലധികം വോട്ട് നേടി. അങ്ങനെ കൃത്യമായി ശോഭാ സുരേന്ദ്രൻ മറ്റൊരു നേതാക്കളെ മുൻനിരയിലുള്ള ഒരു നേതാവാണ് കൃഷ്ണദാസ്. കൃഷ്ണദാസ് എന്താണ്, എല്ലാ തെരഞ്ഞെടുപ്പിലും കാട്ടാക്കട പോയി മത്സരിക്കും. കാട്ടാക്കട മത്സരിച്ചിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ച് വോട്ട് വർദ്ധിക്കുകയോ കുറച്ച് വോട്ട് കുറയുകയോ ചെയ്യും. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് മാറില്ല, 2ാം സ്ഥാനത്ത് പോലും വരുന്നില്ലല്ലോ അല്ലെ. ഇത്രയും വലിയൊരു മുതിർന്ന നേതാവാണ്, 2ാം സ്ഥാനത്ത് പോലും വരാൻ കഴിയാത്ത നേതാക്കൾ. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് കാട്ടാക്കടയിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. ആറ്റിങ്ങലിലും കാട്ടാക്കട. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് വി മുരളീധരനാണ്, കൃഷ്ണദാസ് അല്ല. അതാണ് പറഞ്ഞത്, വി മുരളീധരന് കൃത്യമായി എങ്ങനെ വോട്ട് പിടിക്കണമെന്ന തന്ത്രം അറിയാം. അദ്ദേഹം നിന്ന തെരഞ്ഞെടുപ്പിലെല്ലാം 2ാം സ്ഥാനം കഴക്കൂട്ടത്ത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ കയറി 7000 വോട്ടോ 6000 വോട്ടോ മാത്രമായിരുന്നു കടകംപള്ളി. അതോടൊപ്പം തന്നെ ഈ വി മുരളീധരനുമായുള്ള വ്യത്യാസം, ആ രീതിയിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ചില നേതാക്കളുണ്ട് ഈ മുതിർന്ന നേതാക്കളെന്ന് അവകാശപ്പെട്ട് അവർ ഒരു 5000 10,000 വോട്ട് വർദ്ധിപ്പിച്ചിട്ട് എൻ്റെ മുന്നേറ്റം കണ്ടോളൂ എന്നാണ്. എന്ത് എൻ്റെ മുന്നേറ്റമാണ്? ആ രീതിയിൽ നാം ഒരു മാറ്റം എന്തായാലും കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. പക്ഷെ അങ്ങനെ മാറ്റം കൊണ്ടുവന്ന നേതാക്കളെയാണ് ഇപ്പോൾ പിന്നിലിരുത്തിയിരിക്കുന്നത്. അവരെ ചില ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ വിളിക്കുന്നില്ലെന്നാണ് വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുന്നത്. അത്തരം വിഭാഗീയത നിലനിൽക്കുന്ന ഒരു സമയത്ത് എന്തായാലും അമിത്ഷായുടെ സന്ദർശനം BJPക്ക് വളരെ ഗുണകരമാവും. കാരണം അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ രേഖപ്പെടുത്താലോ, ഇദ്ദേഹത്തോട് പറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നതും ഈ സന്ദർശനം കൊണ്ട് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്ക് വരുമ്പോൾ BJPക്ക് വലിയൊരു സ്പേസ് കിട്ടാറുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും, കാരണം അവരുടെ വാക്കുകൾക്കായി മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ കാത്തിരിക്കും. അത് LDF ആയാലും UDF ആയാലും കാത്തിരിക്കും. കാരണം ചിലപ്പോൾ അദ്ദേഹം വിമർശിക്കുമല്ലോ, ചിലപ്പോൾ നാളെ വരികയാണ് അദ്ദേഹം പിണറായി വിജയനെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ്, അത് വാർത്തയാണ്. വിമർശിച്ചില്ലെങ്കിൽ വാർത്തയാണ്. ആ രീതിയിലേക്ക് ഒരു സ്പേസ് എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായും വരുമ്പോൾ ഉണ്ടാകും. അങ്ങനെ ചില ഒരു സന്ദർശനത്തിന് പിന്നാലെയാണല്ലോ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നത്. സർക്കാരിനെ വലിച്ചിടാൻ ഉള്ള തടിയൊന്നും അമിത്ഷായ്ക്കില്ല എന്ന രീതിയിലേക്ക് പിന്നീട് കണ്ടതാണ്. ആർക്കാണ് തടി മുട്ടടിക്കുന്നത് നമ്മൾ കണ്ടു. മോളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിസന്ധിയാകുമ്പോൾ അദ്ദേഹം മാളത്തിൽ ഒളിക്കുന്നത് നാം കണ്ടതാണ്. അത് നമുക്കറിയില്ല, ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ ആണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതെന്നും വളരെ രീതിയിൽ വ്യക്തമാണ്. അദ്ദേഹത്തെയാണല്ലോ എല്ലാവർക്കും ഇപ്പോൾ ഭയം. അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ പലപ്പോഴും വിമർശിക്കുന്നത് അമിത്ഷായാണ്. ആ ഒരു നേതാവാണ് എന്തായാലും കേരളത്തിലേക്ക് വരുന്നത്. അത് സംഘടനാപരമായി വലിയ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരളീധരൻ ആരംഭിച്ച ഒരു മുന്നേറ്റമുണ്ടല്ലോ, ആ മുരളീധരൻ ആരംഭിച്ച മുന്നേറ്റത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവിടെ നിന്നൊരു വളർച്ചയിലേക്ക് BJPക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ വളർച്ചയിലേക്ക് പോയിരുന്നെങ്കിൽ തിരുവനന്തപുരം അടക്കമുള്ള കോർപ്പറേഷനുകൾ ഇപ്പോൾ BJPയുടെ കയ്യിലിരിക്കുമായിരുന്നു. 2015 35 സീറ്റ് നേടുന്നത്. പിന്നീട് 2020 വന്നപ്പോഴും ആ 35 തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് അന്ന് 2015 വിജയത്തിന് പിന്നാലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അടുത്ത 2020 പോകുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പിന്നീട് 10 സീറ്റ് പരാജയപ്പെടുകയാണ്. വിജയിച്ചതിൽ നിന്ന് 10 സീറ്റ് പരാജയപ്പെടുകയും 10 സീറ്റ് പിടിച്ചെടുക്കുകയുമാണ് ചെയ്തത്. എന്തായാലും അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് അമിത്ഷായുടെ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായി തന്നെ തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുകൾ നേടാനും അതോടൊപ്പം തന്നെ ഒരു 20-ലധികം മുനിസിപ്പാലിറ്റികൾ നേടാനും അവർക്ക് കഴിയും. ഇപ്പോൾ തന്നെ പാലക്കാടും പന്തളവുമെല്ലാം മുനിസിപ്പാലിറ്റികൾ BJP ഭരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 23-ലധികം പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇരട്ടിയിലേക്കാണ് കൃത്യമായി തന്നെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാലത്തും ഒരു പാർട്ടിയെ തന്നെ ഇപ്പോൾ മാറി പരീക്ഷിക്കണമെന്ന ചിന്ത കേരളത്തിൽ ജനങ്ങൾക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതാണ് നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായി കണ്ടത്. 20% വോട്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മൂന്നാമതൊരു പാർട്ടി നേടിയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു അത്ഭുതമായ ഒരു കാര്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം എപ്പോഴും 2 ഇടതു മുന്നണികളുടെ ചുരുങ്ങിയിരുന്നതാണ്. അതൊരു 3ാം മുന്നണിക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ടെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കൃത്യമായി മനസ്സിലാക്കി. അതെല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് അമിത്ഷായുടെ വരവ്.